ട്രെയിലർ പോലും കാണാതെ ചുമ്മാ കണ്ടൊരു സിനിമയാണ് ഇത്. അപ്പോൾ കിഷ്കിന്ദ കാണ്ഡത്തിനെ കുറിച്ചിട്ട് സംസാരിക്കും. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഒരു ഫോറസ്റ്റ് റേഞ്ചിൽ നടക്കുന്ന ഒരു ഇൻസിഡൻറ്റ് ബേസ് ചെയ്തിട്ടാണ് ഈ സിനിമ കഥ പറഞ്ഞ് പോകുന്നത്. ഈ സിനിമ കാണാനായിട്ട് എൻ്റെ അടുത്ത് അങ്ങനെ പ്രത്യേകിച്ച് റീസൺസ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഒരു വീക്കെൻഡിൽ ഒരു സിനിമ വരുന്നു, അപ്പോൾ അത് ചുമ്മാ കാണണം എന്നൊരു ആറ്റിറ്റ്യൂഡോടെയാണ് ഞാൻ ഒരു സിനിമ കണ്ടത്. എനിക്കിതിലെ മ്യൂസിക് അത്യാവശ്യം നല്ലതായിട്ട് തോന്നിയിരുന്നു. കാരണം ഇനീഷ്യലൊക്കെ ഈ പറയുന്ന പോലെ കുഴപ്പമില്ല, ഡീസൻ്റാണ് എന്ന് പറയുന്ന ഒരു സെറ്റപ്പിൽ പോയിട്ട് കുറച്ച് അങ്ങോട്ട് കഴിഞ്ഞാലും നല്ല രീതിയിലുള്ള മ്യൂസിക് ഈ സിനിമയിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. അതിലെടുത്ത് പറയേണ്ടത് ഫൈനൽ ആക്ടിൽ ചെയ്തിട്ടുള്ള മ്യൂസിക്കാണ്. കാരണം അവിടെ ആ ഒരു മ്യൂസിക്കിൻ്റെ പ്ലേസിങ്ങും ആൻഡ് ആ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോറും അത്രയും കിടിലമായിട്ടും ഈ സിനിമയിൽ വന്നിട്ടുണ്ട്. സ്ക്രീൻ റൈറ്റിങ്ങിൻ്റെ കേസ് പറയുമ്പോഴത്തേക്കും നല്ല രീതിയിൽ ഈ സിനിമ എഴുതി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഫീലിംഗ് ഈ സിനിമ കാണുമ്പോൾ എനിക്ക് നന്നായിട്ട് അറിയാൻ പറ്റുന്നുണ്ടായിരുന്നു. അപ്പോൾ സിനിമയിൽ നല്ലൊരു ഡെപ്ത് ഉണ്ട് എന്ന് ഫീൽ ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാരണം അതും കൂടി ആണ്. പെർഫോമൻസിൻ്റെ കേസ് പറയുമ്പോഴത്തേക്കും ആസിഫ് അലി നൈസാണ്, അപർണ ബാലമുരളി നൈസാണ്. ഇവരെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ നല്ല രീതിയിലൊരു പെർഫോമൻസും കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ടുള്ളത്. പക്ഷേ സിനിമയുടെ ഭയങ്കര പൊട്ടൻഷ്യലുള്ളൊരു ഫാക്ടർ എന്നൊക്കെ പറഞ്ഞാൽ അത് വിജയരാഘവൻ്റെ പെർഫോമൻസ് ആണ്. കാരണം പലപ്പോഴും സിനിമയെ ക്യാരി ചെയ്ത് കൊണ്ടുപോകുന്നത് ആ ഒരു പെർഫോമൻസും ആ ഒരു ക്യാരക്ടറും ആണ്. ആൻഡ് സിനിമയുടെ ഒരു പ്രധാനപ്പെട്ട നെഗറ്റീവ് തന്നെ ആ ഒരു ക്യാരക്ടറിനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിജയരാഘവൻ്റെ പെർഫോമൻസ് സിനിമയിൽ അത്രയും എഫക്റ്റീവായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ഈ സിനിമ ഇങ്ങനെ കണ്ടുകൊണ്ട് പോകുമ്പോൾ തുടക്കത്തിലൊക്കെ ചുമ്മാ കാണാം എന്നുള്ളൊരു രീതിയിൽ പോയിട്ട് പിന്നീട് അങ്ങോട്ട് നല്ല രീതിയിലുള്ള എലമെൻസ് ഒക്കെ ഇടുന്നുണ്ട്. അപ്പം ഇങ്ങനെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വന്നിട്ട് അപ്പോഴും എനിക്ക് പറഞ്ഞ പോലെ പിന്നെ ഈ സിനിമ ഡെവലപ്പായിട്ട് വരുന്നുണ്ട് എന്നൊക്കെ തോന്നിയിരുന്നു. പിന്നെ അങ്ങോട്ട് പ്ലോട്ട് ട്വിസ്റ്റ് ഇട്ട് നല്ല രീതിയിൽ ഈ സിനിമ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. ആ വക കാര്യങ്ങളിലൊക്കെ ഈ സിനിമ നീറ്റാണ്. പക്ഷേ ഫൈനൽ ആക്ട് വരുമ്പോഴത്തേക്കും ഈ സിനിമയുടെ ദശാവതാരമാണ് പുറത്തോട്ട്. ആൻഡ് ആ ഭാഗത്ത് ഞാൻ സത്യം പറഞ്ഞ് ഞെട്ടിപ്പോയി. ഭയങ്കര അൺപ്രഡിക്റ്റബിൾ ആയിരുന്നു. ആൻഡ് ആ ഒരു ഫൈനൽ ആക്ടും കാര്യങ്ങളും കണ്ടപ്പോൾ എനിക്ക് ഈ സിനിമ പെട്ടെന്നൊരു പീക്കിലോട്ട് പോയ പോലത്തെ ഒരു ഫീലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആൻഡ് മൊത്തത്തിൽ നല്ലൊരു സ്ലോ ബേൺ ത്രില്ലറാണ്. ആ കാര്യത്തിൽ ഈ സിനിമ കിണ്ടുവാണ്. ഓക്കെ, അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാം. ബൈ ഗൈസ്.